നമസ്കാരം. പോലീസിൽ ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. വർഗീയ കക്ഷികളിൽ നിന്നും കള്ളക്കടത്തുകാരിൽ നിന്നും കൈപ്പറ്റുന്നത് കോടികൾ. വർഷങ്ങളായി കേരള ജനത ആഗ്രഹിച്ച തുറന്നു പറച്ചിൽ PV അൻവർ എന്ന രാഷ്ട്രീയക്കാരനുടെ പുറംലോകമറിഞ്ഞപ്പോൾ നീതിക്ക് വേണ്ടി കൊതിച്ചിരുന്ന മലയാളികൾ ഒന്നടങ്കം രാഷ്ട്രീയം മറന്ന് കൈയടിക്കുകയായിരുന്നു. സ്വർണ്ണക്കടത്തിനും ഉത്സവ ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുന്നതിന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നേതൃത്വം നൽകിയെന്ന വാർത്ത ഏറെ സങ്കടത്തോടെയാണ് സാക്ഷര കേരളം കേട്ടത്. മതനിരപേക്ഷ കേരളത്തിൻ്റെ തൃശ്ശൂർ പൂരവും ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയും അലങ്കോലപ്പെടുത്തുന്നതിന് വർഗീയ കക്ഷികൾക്കൊപ്പം ADGP അജിത് കുമാർ തന്നെ ഗൂഢാലോചന നടത്തുകയായിരുന്നുവെന്നാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. ഘോഷയാത്ര തടഞ്ഞ് വിശ്വാസികൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള പോലീസിൻ്റെയും മറ്റും ശ്രമമായിരുന്നു തൃശ്ശൂരിലുണ്ടായിരുന്നതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിലുള്ളവർ തന്നെ രഹസ്യമായി പറയുന്നത്. പോലീസ് വേഷം ധരിച്ച ക്രിമിനലുകളുടെ ഉദ്യോഗസ്ഥർ ഓരോ ജില്ലകളിലും വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ളവരുമായി കൈകോർത്താണ് കോടികൾ സമ്പാദിച്ചത്. മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കടത്തുകാരുടെ ഹവാല ഇടപാടുകാരുമായും ചങ്ങത്വം സ്ഥാപിച്ച് കേരളത്തിലെ നിരവധി ഉദ്യോഗസ്ഥരാണ് ബിനാമി ഇടപാടുകളുടെ ഭൂമിയും കോടിക്കണക്കിന് സ്വത്തുക്കളും വാങ്ങിക്കൂട്ടുന്നത്. ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അഴിമതിക്കെതിരെ വിരൽ ചൂണ്ടുന്ന പോലീസുകാരെ ഉയർന്ന ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുന്നതിനെതിരെ പോലീസ് സംഘടനയിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നു വരുന്നുണ്ട്. കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ ഉയർന്നുവരുന്ന പരാതികളിൽ കർശന നടപടികൾ സ്വീകരിച്ചാലേ നിയമ വിഭാഗത്തിൽ നിന്നുള്ള അഴിമതി തടയാനാവൂ.